നമസ്കാരം, അനിൽകുമാർ അക്കൗണ്ട് ലാബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വരുന്ന 5-ാം തീയതി +1 +2 തുല്യതാ പഠിതാക്കൾ പരീക്ഷ എഴുതാൻ പോവുകയാണ്. +1 വിദ്യാർത്ഥികൾക്ക് അവരുടെ മലയാളം വിഷയത്തിൽ പഠിക്കാനുള്ള 14 ചാപ്റ്ററുകൾ പഠിക്കാനുണ്ട് മലയാളത്തിൽ. ആ മലയാളത്തിലെ 1-ാമത്തെ ചാപ്റ്റർ ജ്ഞാനപ്പാനയാണ്. പൂന്താനം എഴുതിയ ജ്ഞാനപ്പാനയിലെ ഏതാനും പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഓൾ എന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക. തുടർന്നുള്ള മലയാളത്തിൻ്റെയും ഇംഗ്ലീഷിൻ്റെയും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള എല്ലാ വിഷയങ്ങളുടെയും ക്ലാസ്സുകൾ നോട്ടിഫിക്കേഷനായി നിങ്ങളുടെ ഫോണിൽ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. 1-ാമത്തെ ചോദ്യം, ധനമോഹം വരുത്തി വെക്കുന്ന വിനകൾ ജ്ഞാനപ്പാനയിൽ എങ്ങനെ കവി വർണ്ണിച്ചിരിക്കുന്നു? ധനമോഹം വരുത്തി വെക്കുന്ന വിനകൾ ജ്ഞാനപ്പാനയിൽ എങ്ങനെ കവി വർണ്ണിച്ചിരിക്കുന്നു? ആൻസറാണ് പറയുന്നത്. ചില മനുഷ്യർ ധനം വർദ്ധിപ്പിക്കാൻ അഗ്നിഹോത്രം പോലും ചെയ്യുന്നു. എത്ര ധനം കിട്ടിയാലും മനുഷ്യൻ്റെ മനസ്സിന് തൃപ്തി വരുന്നില്ല. 10 കിട്ടുമ്പോൾ 100 വേണമെന്നും 100 കിട്ടുമ്പോൾ 1000 വേണമെന്നും 1000 കിട്ടുമ്പോൾ 10000 വേണമെന്നും അവൻ ആർത്തിപ്പെടുന്നു. ധനമോഹം ആശയാകുന്ന കയറിൽ മനുഷ്യനെ കുടുക്കിയിടുന്നു. ചത്തുകഴിഞ്ഞാൽ വസ്ത്രം പോലും കൊണ്ടുപോകാൻ കഴിയില്ലെന്ന് അവർ അറിയുന്നില്ല. ഇതാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. ധനമോഹം വരുത്തി വയ്ക്കുന്ന വിനകൾ ജ്ഞാനപ്പാനയിൽ കവി എങ്ങനെ വർണ്ണിച്ചിരിക്കുന്നു എന്നാണ് നമ്മൾ കണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ഭാഗങ്ങൾ ഇതുപോലെ നിങ്ങൾ കൂടുതൽ തവണ നമ്മുടെ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യുക. അതിലൂടെ നിങ്ങൾക്കിത് പഠിച്ചെടുക്കാൻ സാധിക്കും. 2-ാമത്തെ ചോദ്യം, എണ്ണി എണ്ണി കുറയുന്നിതായുസ്സും മണ്ടി മണ്ടി കരേറുന്നു മോഹവും. എണ്ണി എണ്ണി കുറയുന്നിതായുസ്സും മണ്ടി മണ്ടി കരേറുന്നു മോഹവും. ഈ വരികൾ മനുഷ്യജീവിതത്തിൻ്റെ നേർചിത്രമല്ലേ? നിങ്ങളുടെ അഭിപ്രായം എഴുതുക. ഈ വരികൾ മനുഷ്യജീവിതത്തിൻ്റെ നേർചിത്രമല്ലേ? നിങ്ങളുടെ അഭിപ്രായം എഴുതുക. അപ്പോൾ ഈ വരി ഇങ്ങനെ തന്നിട്ട് ഇതുപോലെ ആയിരിക്കും ചോദ്യം ചോദിക്കുക. നിങ്ങളുടെ അഭിപ്രായം എഴുതാനാണ് പറയുക. സ്വന്തം ഭാഷയിൽ എഴുതിയാൽ വളരെ നല്ലതാണ്. മനുഷ്യജീവിതത്തിൻ്റെ നശ്വരത വളരെ ലളിതമായി അവതരിപ്പിച്ചിട്ടുള്ള കവിയാണ് പൂന്താനം. മനുഷ്യജീവിതത്തിൻ്റെ നശ്വരത എന്ന് പറഞ്ഞാൽ നശിച്ചു പോകുന്നത്, അനശ്വരതയാണ് നശിക്കാത്തത്. അപ്പോൾ മനുഷ്യജീവിതത്തിൻ്റെ നശ്വരത വളരെ ലളിതമായി അവതരിപ്പിച്ചിട്ടുള്ള കവിയാണ് പൂന്താനം. മനുഷ്യൻ്റെ ആയുസ് ഓരോ ദിവസം കഴിയും തോറും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവൻ്റെ അതിമോഹങ്ങളും പണത്തോടുള്ള ആർത്തിയും വർദ്ധിച്ചു കൊണ്ടേയിരിക്കുന്നു. ഏത് മാർഗത്തിലൂടെയാണെങ്കിലും പണമുണ്ടാക്കൂ എന്ന മനുഷ്യൻ്റെ ചിന്തയെയും അതിൻ്റെ അർത്ഥശൂന്യതയെയും കവി എടുത്തു കാണിക്കുന്നതാണ് ഈ വരികൾ. ഇത്രയേ എഴുതാനുള്ളൂ. അപ്പോൾ എന്താണ് പറയേണ്ടത്? മനുഷ്യജീവിതത്തിൻ്റെ നശ്വരത വളരെ ലളിതമായി അവതരിപ്പിച്ചിട്ടുള്ള കവിയാണ് പൂന്താനം. മനുഷ്യൻ്റെ ആയുസ് ഓരോ ദിവസം കഴിയും തോറും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവൻ്റെ അതിമോഹങ്ങളും പണത്തിനോടുള്ള ആർത്തിയും വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. ഏതു മാർഗത്തിലൂടെയാണെങ്കിലും പണമുണ്ടാക്കൂ എന്ന മനുഷ്യൻ്റെ ചിന്തയെയും അതിൻ്റെ അർത്ഥശൂന്യതയെയും കവി എടുത്തു കാണിക്കുകയാണ് ഈ വരികളിലൂടെ. മറ്റൊരു ചോദ്യം, ബ്രഹ്മാവും തനിക്കൊപ്പമാവില്ലെന്ന് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്താണ്? ബ്രഹ്മാവും തനിക്കൊപ്പമാവില്ലെന്ന് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്താണ്? ആൻസറാണ്, ഈ ലോകം തൻ്റെ കഴിവുകൊണ്ടാണ് ഇങ്ങനെ നിലനിൽക്കുന്നത് എന്നാണ് ചിലരുടെ വാദം. ഈ ലോകം തൻ്റെ കഴിവുകൊണ്ടാണ് ഇങ്ങനെ നിലനിൽക്കുന്നതെന്നാണ് ചിലരുടെ വാദം. ബ്രാഹ്മണ്യത്തിൻ്റെ പേരിൽ അഹങ്കരിച്ച് ബ്രഹ്മാവും തങ്ങൾക്കൊപ്പം വരില്ലെന്ന് അവർ കരുതുന്നു. പണമാണ് എല്ലാത്തിനും മേലെ എന്നവർ കരുതുന്നു. ഇത്രയേ ഈ വരികൾക്ക് ആൻസറായിട്ട് കൊടുക്കാനുള്ളൂ. ഈ ലോകം മുഴുവൻ തൻ്റെ കഴിവുകൊണ്ടാണ് ഇങ്ങനെ നിലനിൽക്കുന്നതെന്നാണ് ചിലരുടെ വാദം. ബ്രാഹ്മണ്യത്തിൻ്റെ പേരിൽ അഹങ്കരിച്ച് ബ്രഹ്മാവും തങ്ങൾക്കൊപ്പം വരില്ലെന്ന് അവർ കരുതുന്നു. പണമാണ് എല്ലാത്തിനും മേലെ എന്നവർ കരുതുന്നു. മറ്റൊരു ചോദ്യം, കുങ്കുമം ചുമക്കും പോലെ ഗർദ്ധഭം ഔചിത്യം വ്യക്തമാക്കുക. ആ വരി ശ്രദ്ധിക്കുക. കുങ്കുമം ചുമക്കും പോലെ ഗർദ്ധഭം. ഓക്കെ,
ഇതുകൊണ്ട് എന്താണ് ആ വരിയിൽ എന്താണ് അതിൻ്റെ ഔചിത്യം എന്താണ് ചോദിക്കുന്നത്. കുങ്കുമം ചുമക്കുന്ന കഴുത. അപ്പോൾ ഗർദഭം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. കഴുതയാണ്. കുങ്കുമം ചുമക്കുന്ന കഴുത തൻ്റെ ചുമലിലുള്ള കുങ്കുമത്തിൻ്റെ മേന്മ അറിയുന്നില്ല. കുങ്കുമം ചുമക്കുന്ന കഴുത തൻ്റെ ചുമലിലുള്ള കുങ്കുമത്തിൻ്റെ മേന്മ അറിയുന്നില്ല. കുങ്കുമത്തിൻ്റെ സുഗന്ധവും മഹത്വവും തിരിച്ചറിയാതെ ചുമടേറ്റി നടക്കുന്ന കഴുതയ്ക്ക് മറ്റേതു വസ്തുവും എന്ന പോലെ ഒരു ചുമട് മാത്രമാണത്. കുങ്കുമത്തിൻ്റെ സുഗന്ധവും മഹത്വവും തിരിച്ചറിയാതെ ചുമടേറ്റി നടക്കുന്ന കഴുതയ്ക്ക് മറ്റേതു വസ്തുവും എന്ന പോലെ ഒരു ചുമട് മാത്രമാണ് ഇത്. വിദ്യയുടെ മഹത്വം അറിയാത്ത വിദ്വാൻമാരുടെ അവസ്ഥയും അതുതന്നെ. വിദ്യയുടെ മഹത്വമറിയാത്ത വിദ്വാൻമാരുടെ അവസ്ഥയും അതുതന്നെ. അവർക്ക് വിദ്യ പണമുണ്ടാക്കാനുള്ളൊരു ഉപാധി മാത്രമാണ്. അതുകൊണ്ട് തന്നെ വിദ്യയിലൂടെ നേടേണ്ട ഉന്നതിയും സ്വഭാവ മഹിമയും അവർക്ക് ഉണ്ടാകണമെന്നില്ല. അവർക്ക് ഉണ്ടാകുന്നില്ല. അറിവുള്ളവർ ആത്മീയ ഔന്നത്യം നേടുന്നവർ കൂടിയായിരിക്കണം. അല്ലാത്ത പക്ഷം അവർ കുങ്കുമം ചുമക്കുന്ന കഴുതയെപ്പോലെ പരിഹാസ്യരാകാം. ഇതാണ് ഈ വരി കൊണ്ട് അർത്ഥമാക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഔചിത്യം അതാണ്. ഓക്കെ, ഇനി മറ്റൊരു ചോദ്യം. ചത്തുപോം നേരം വസ്ത്രമതുപോലും ഒത്തിടാ കൊണ്ടുപോകാനൊരുത്തർക്കും. ഇതാണ് ചോദ്യം. ചത്തുപോം നേരം വസ്ത്രമതുപോലും ഒത്തിടാ കൊണ്ടുപോകാനൊരുത്തർക്കും. ആശയഭംഗി വ്യക്തമാക്കുക എന്നാണ്. ഈ വരിയുടെ ആശയം എന്താണെന്ന് വ്യക്തമാക്കാനാണ് പറയുന്നത്. വഴിയമ്പലത്തിൽ കണ്ടുമുട്ടി പരസ്പരം പിരിഞ്ഞു പോകുന്ന യാത്രക്കാരാണ് മനുഷ്യർ. മക്കൾ, ഭാര്യ, അച്ഛൻ, അമ്മ എന്നിവരുമായുള്ള കൂടിച്ചേരൽ അല്പകാലത്തേക്ക് മാത്രമാണ്. അത് മനസ്സിലാക്കാതെയും ജീവിതത്തിൻ്റെ ക്ഷണികതയെ കുറിച്ച് ചിന്തിക്കാതെയും മനുഷ്യർ ഓരോന്ന് ചെയ്തു കൂട്ടുന്നു. സമ്പത്ത് നേടാനുള്ള തിടുക്കത്തിലാണ് മനുഷ്യൻ. എല്ലാ നന്മകളും ബലികഴിച്ച് നമ്മൾ നേടുന്ന സമ്പത്തും പ്രതാപവും മരണത്തോടെ അവസാനിക്കും. ശരീരം വെടിയുന്ന ആത്മാവ് ഭൗതികമായ എല്ലാം ഉപേക്ഷിച്ചാണ് വേർപ്പെടുന്നത്. പോകുമ്പോളേറ്റ വസ്ത്രം പോലും കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് പറയുന്നതിൻ്റെ സത്യം ഇതാണ്. ഒന്നുകൂടെ ആൻസർ പറയാം. വഴിയമ്പലത്തിൽ കണ്ടുമുട്ടി പരസ്പരം പിരിഞ്ഞു പോകുന്ന യാത്രക്കാരാണ് മനുഷ്യർ. മക്കൾ, ഭാര്യ, അച്ഛൻ, അമ്മ എന്നിവരുമായുള്ള കൂടിച്ചേരൽ അല്പകാലത്തേക്ക് മാത്രമാണ് ഉള്ളത്. അത് മനസ്സിലാക്കാതെയും ജീവിതത്തിൻ്റെ ക്ഷണികതയെ കുറിച്ച് ചിന്തിക്കാതെയും മനുഷ്യർ ഓരോന്ന് ചെയ്തു കൂട്ടുന്നു. സമ്പത്ത് നേടാനുള്ള തിടുക്കത്തിലാണ് മനുഷ്യൻ. എല്ലാ നന്മകളും ബലികഴിച്ച് നമ്മൾ നേടുന്ന സമ്പത്തും പ്രതാപവും മരണത്തോടെ അവസാനിക്കും. ശരീരം വെടിയുന്ന ആത്മാവ് ഭൗതികമായ എല്ലാം ഉപേക്ഷിച്ചാണ് വേർപ്പെടുന്നത്. ചത്തുപോകുമ്പോൾ ഏറ്റ വസ്ത്രം പോലും കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് പറയുന്നതിൻ്റെ സത്യം ഇതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ ഒന്നാമത്തെ ചാപ്റ്ററായിട്ടുള്ള ജ്ഞാനപ്പാനയിൽ നിന്ന് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിട്ട് സെലക്ട് ചെയ്തതാണ്. ഇതിന് പുറമെ നമ്മുടെ പാഠഭാഗത്ത് തന്നെ അതിൻ്റെ ഓരോ ചാപ്റ്ററിൻ്റെയും അവസാന ഭാഗങ്ങളിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. അപഗ്രഥന ചോദ്യങ്ങളുണ്ട്, അതുപോലെ അവധാരണ ചോദ്യങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഉത്തരങ്ങൾ കൂടി നിങ്ങൾ ജസ്റ്റ് നോക്കി വായിച്ച് മനസ്സിലാക്കുക. ഇതോടൊപ്പം തന്നെ അത്തരം കാര്യങ്ങൾ കൂടി പഠിക്കുക. ഇത് നമ്മൾ തുല്യതക്കാരുടെ മലയാളം ഫസ്റ്റ് ടൈമാണ് നമ്മളൊരു വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ കമൻറ്റ് രേഖപ്പെടുത്തണം. എങ്ങനെയുണ്ട് എന്നുള്ളത്, വീഡിയോയിൽ എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടെങ്കിൽ അതുകൂടി പറയുക. എക്സാം
അനുബന്ധിച്ച് പരീക്ഷയ്ക്ക് വരുന്ന അല്ലെങ്കിൽ വരാവുന്ന ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് ഓരോ ചാപ്റ്ററിലായിട്ട് ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നത്. തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടും തന്നെ നമ്മൾ ആഗ്രഹിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, ഷെയർ ചെയ്യാൻ മറക്കണ്ട. ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ചാനലിനെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് വീണ്ടും അടുത്ത ചാപ്റ്ററുമായിട്ട് പുതിയൊരു വീഡിയോയിൽ കാണാം. ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.